ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഡേ 2 വ്ലോഗ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു 5:30 ആയപ്പം എണ്ണീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന പ്ലേസസിലൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള പോകുന്നത് ജീപ്പിലാണ് പോകുന്നത്. കാരണം നമ്മൾ ഇന്നലെ കൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയായിരുന്നു. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊന്നും നമ്മുടെ വണ്ടി കയറി ചെല്ലില്ല. കാരണം കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും ഇവിടെ വാഗമണിൽ വന്നാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജീപ്പിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീപ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ ജീപ്പ് ട്രക്കിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു പ്ലേസിലെത്തി. അതിൽ ജീപ്പിലുള്ള ആ ഒരു യാത്രയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ജീപ്പിൽ അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലേസിലെത്തി. ഇതെന്ന് പറയുന്നത് കറക്റ്റിൻ്റെ പേര് ഇത് ഒരു ടണൽ എന്നാണ് അവർ പറഞ്ഞത്. ഇത് കറക്റ്റ് വേറെ നെയിം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ലോകയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ ലോകയിലെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, കല്യാണി പ്രിയദർശൻ ഒരു തീയുടെ കമ്പൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നൊരു സീൻ. അപ്പം അത് ഷൂട്ട് ചെയ്തത് ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. വേറെ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോകയുടെ കാര്യം മാത്രമേ ഞങ്ങളോട് വന്ന ഒരു ജീപ്പിലുണ്ടായിരുന്ന ആൾ പറഞ്ഞുള്ളൂ. ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം അതാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം അകത്തോട്ട് 2 കിലോമീറ്ററോളം നമുക്ക് നടന്ന് ചെല്ലാൻ വേണ്ടി പറ്റും. പക്ഷെ ഭയങ്കര ഇരുട്ടാണ്. ഈ ഒരു പ്ലേസിൽ നമ്മൾ രാവിലെ വരുന്നതാട്ടോ നല്ലത്. കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയത്. അത്യാവശ്യം മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അതായത് നമുക്ക് ഈ ഒരു ഗുഹയ്ക്കകത്തോട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ഇരുട്ടാണ് ഉള്ളിലോട്ട്. നമുക്ക് നടന്ന് ചെല്ലാൻ വേണ്ടി പറ്റുന്ന പ്ലേസാണ്. പക്ഷേ ഇരുട്ടാണ്, നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. രാവിലെ നല്ലപോലെ സൂര്യനൊക്കെ ഉദിച്ച് നല്ല വെട്ടമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്ത് ഫുൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്തിൽ നിങ്ങൾ വരുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. നമ്മൾ കണ്ട ആ ഒരു ടണലും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വിഷ്വൽസിൽ കാണുന്ന പ്ലേസസും ഇനി അങ്ങോട്ട് നമ്മൾ പോയതും എല്ലാമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്ന വഴി ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. നമ്മൾ കാണുമ്പോൾ പേടിച്ചും ഇതുവഴി എങ്ങനെയാണ് വണ്ടി പോകുന്നതെന്ന്. അത്രയും റിസ്ക് ആയിട്ടുള്ള ആ വഴിയിലൂടെ നമ്മൾ ജീപ്പ് ഓടിച്ച് സേഫായിട്ട് എത്തിച്ചതിന് ആ ജീപ്പിൽ ഓടിച്ച അങ്കിളിനോട് നന്ദി പറയണം. കാരണം അത്ര ഇടുങ്ങിയ വഴിയാണ്. ഒരിക്കലും നമ്മുടെ സാധാ കാറിനോ അങ്ങനെ ഒന്നും പോകാൻ വേണ്ടി പറ്റില്ല. അതുപോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറും പിന്നെ ജീപ്പും വേണം. എന്നാലും നമുക്ക് അതിലൂടെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ പോയത് അതുപോലെ 2 വ്യൂ പോയിൻ്റാണ്. ആദ്യം കാണിച്ച വിഷ്വലും അതൊരു വ്യൂ പോയിൻ്റാണ്, ഇതൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ പോയി. നമ്മൾ ആദ്യം ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച വ്യൂ പോയിന്റിനകത്ത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തുള്ള പൈൻ വാലി, നമ്മൾ കഴിഞ്ഞ ഡേയിൽ കാണിച്ച പൈൻ വാലി കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ വിഷ്വൽസും നേരത്തെ പോലെ തന്നെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മൊട്ടക്കുന്നിലോട്ടാണ്. നമ്മളവിടെ ചെന്നു, എൻട്രി പാസ് എടുത്തു, നമ്മൾ കയറി. നല്ല വെയിലാണ്. അപ്പം നമ്മളങ്ങനെ അവിടെയും കൂടെ തന്നെ കയറി കണ്ടു. അപ്പം നമ്മൾ അവിടുത്തെ പ്രത്യേകിച്ച് അങ്ങനെ അവിടെ പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് മൊട്ടക്കുന്ന് പറയുമ്പോൾ പേരിലുണ്ട് ഒരു കുന്നാണ്. ഫുള്ളിങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കുന്ന്. അവിടെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് നോക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. ഇത് അവിടെ കയറിപ്പോയ എൻട്രി ആട്ടോ. അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇടയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അടുത്തൊക്കെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ 2 ദിവസത്തെ യാത്ര അവസാനിച്ചു. നമ്മളിതിന് ഇടയ്ക്ക് ഇല്ലിക്കൽ കല്ലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അവിടെ എത്തിയായിരുന്നു. എൻട്രിയുടെ അവിടെ കയറുന്നതിൻ്റെ തൊട്ടും ഫ്രണ്ടിൽ വരെ നമ്മൾ എത്തി. പക്ഷേ നമ്മൾ കയറിയില്ല. കാരണം നല്ല വെയിലാണ്. അപ്പോൾ കയറി പോകാനായിട്ട് നമുക്കൊരു മടി, കാരണം നമ്മൾ കയറിയില്ല. നമ്മളിങ്ങനെ പോന്നു. ജസ്റ്റ് അവിടെ ചെന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ പോന്നു. നമുക്ക് കയറാൻ ഉള്ളൊരു മടി കാരണം നമ്മൾ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് വിട്ടു. 2 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചപ്പം. ഇത് നമ്മൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 2 ദിവസത്തെ വാഗമൺ ജേർണി. വാഗമണിൽ കുറച്ച് അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റിയ പ്ലേസസ് എല്ലാം കറങ്ങി അടിച്ച് നമ്മൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ ഈ ഒരു വ്ലോഗ്, ഈ 2 ദിവസം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇനി അടുത്ത വ്ലോഗുമായിട്ട് കാണുന്നവർ